ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. എന്താണ് പ്രാക്ടിക്കൽ അസ്ട്രോളജി? എന്താണ് പ്രെഡിക്റ്റീവ് അസ്ട്രോളജി? നമ്മളെ ലൈഫിൽ ജ്യോതിഷം ഉപയോഗിച്ച് വിജയം കണ്ടെത്താനും ദോഷങ്ങൾ മാറ്റാനും വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമിക്കുന്നത് അസ്ട്രോളജിയിലെ ചില പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള അസ്ട്രോളജിയെ പ്രാക്ടിക്കൽ അസ്ട്രോളജി എന്ന് പറയും. ചുരുക്കത്തിൽ ലൈഫിൽ വിജയിക്കാൻ വേണ്ടി അസ്ട്രോളജി പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുക. എന്താണ് പ്രെഡിക്റ്റീവ് അസ്ട്രോളജി? ഭാവി പ്രവചിക്കാൻ വേണ്ടി ഭൂതകാലമോ വർത്തമാനകാലമോ പ്രവചിക്കാൻ നമ്മൾ അസ്ട്രോളജി ഉപയോഗിച്ചാൽ അത് പ്രെഡിക്റ്റീവ് ആണ്. പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രവചിക്കുക. അപ്പൊ അസ്ട്രോളജി നമുക്ക് ഒരാളുടെ ഭാവിയെ പ്രവചിക്കാൻ ഉപയോഗിക്കാം, ഒരു കൂട്ടം ആളുകളുടെ, ഒരു ദേശത്തിന്റെ, ഇങ്ങനെയൊക്കെ ഭാവിയെ പ്രവചിക്കാൻ. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഒരു അസ്ട്രോളജിസ്റ്റ് ആവണമെങ്കിൽ, അസ്ട്രോളജർ ആവണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭാവി പ്രവചിച്ച് നിങ്ങൾക്കത് ഫലത്തില് ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ ശരിയാവും. ഇതല്ല ചുമ്മാ ആരെങ്കിലും വരുമ്പോ വായിൽ വരുന്ന കൊതക്കി പാട്ടെന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലും പ്രവചിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഗ്രഹങ്ങളുടെ പൊസിഷൻസ് അനുസരിച്ചിട്ട്, റൂളുകൾ അനുസരിച്ചിട്ട് അത് നമ്മൾക്ക് എഫക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കി നമ്മളുടെ ഫലം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഫലം പറയുമ്പോഴും ശരിയാവും. അപ്പൊ പ്രെഡിക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രെഡിക്റ്റീവ് അസ്ട്രോളജി. പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവചനം. അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചോളണം. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ പല വീഡിയോസും പ്രാക്ടിക്കൽ അസ്ട്രോളജി ആയിരിക്കും, ചിലത് പ്രെഡിക്റ്റീവ് അസ്ട്രോളജി ആയിരിക്കും. ഇനി വരുന്ന ക്ലാസ്സുകളിൽ പ്രാക്ടിക്കൽ അസ്ട്രോളജി ആണെങ്കിൽ പ്രാക്ടിക്കൽ അസ്ട്രോളജി എന്നും, പ്രെഡിക്റ്റീവ് ആണെങ്കിൽ പ്രെഡിക്റ്റീവ് അസ്ട്രോളജി എന്നും പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യപൂർവ്വം നോക്കി മനസ്സിലാക്കാം. പ്രാക്ടിക്കൽ അസ്ട്രോളജി കുറച്ചും കൂടി സിമ്പിൾ ആണ്. പ്രെഡിക്റ്റീവ് അസ്ട്രോളജി അങ്ങനെയല്ല. എന്നാൽ പ്രാക്ടിക്കൽ അസ്ട്രോളജി ഡീപ്പായിട്ട് മനസ്സിലാക്കുകയും അത് യൂസ് ചെയ്ത് കർമ്മ, ഓരോ ഗ്രഹത്തിന്റെ കർമ്മ കാരകത്വം യൂസ് ചെയ്ത് നമുക്കത് എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം നമ്മൾ വേറൊരാൾക്ക് അത് പറഞ്ഞു കൊടുത്തത് എഫക്റ്റീവ് ആക്കേണ്ടത്. ഇതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളും കൂടി പറയാം. ലോട്ടറി അടിക്കാൻ നിങ്ങൾ കയ്യിൽ ഇന്ന നമ്പറുകളും സൈനുകളൊക്കെ, കുറീഡ് എന്ന് പറയും തമിഴിൽ, കുറീഡുകളൊക്കെ എഴുതിയിട്ടാൽ മതി, നിങ്ങൾക്ക് ലോട്ടറി അടിക്കും. ഇത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? എണ്ണുകൾ എന്ന് പറഞ്ഞ അക്കങ്ങൾ എഴുതി പ്രത്യേക രീതിയിൽ പ്രത്യേക തരത്തിലുള്ള രൂപങ്ങൾ വരച്ച്, യന്ത്രം എന്ന് ഞാൻ പറയുന്നില്ല, രൂപങ്ങള്, സ്ക്വയർ, ട്രയാങ്കിള്, സർക്കിൾ, ഇത്തരത്തിലേക്കുള്ള രൂപങ്ങളോ, അല്ലെങ്കിൽ ഒരു സ്ക്വയറിനകത്ത് തന്നെ പല കളങ്ങളൊക്കെ വരച്ച് അക്കപ്പടങ്ങൾ വരച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ വിജയം വരുമെന്നൊക്കെ പറഞ്ഞ് പലരും ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ലോട്ടറി അടിക്കാനായിട്ട് എണ്ണുകള് ജ്യോതിഷന്മാര് തന്നെ, അല്ലെങ്കിൽ ജ്യോതിഷന്മാരോ അല്ലാത്ത ആളുകളോ, ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്തുനിന്ന് കേട്ടിട്ടും ഇത് എഴുതിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ അസ്ട്രോളജിയിൽ പ്രാക്ടിക്കൽ അസ്ട്രോളജിയും പ്രെഡിക്റ്റീവ് അസ്ട്രോളജിയുടെ ഒരു കോൺട്രഡിക്ടറി വേർഷൻസ് പറയണം. ഇത് എങ്ങനെ ഓപ്പോസിറ്റ് ആവുന്നു ചില സമയത്ത്. എന്താന്ന് പറഞ്ഞാൽ, പ്രെഡിക്റ്റീവ് അസ്ട്രോളജി പറയുന്നു നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബലം വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഗ്രഹനിലയിൽ 2ാം ഭാവം, 11ാം ഭാവം പവർഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ധനം വരും. 5ാം ഭാവം പൂർവിക സ്വത്ത് ലഭിക്കും. 4ാം ഭാവം മാതാവിന്റെ സ്വത്ത് ലഭിക്കും. ഇങ്ങനെ ഏത് ഭാവത്തിൽ ആണ്, ഏത് ഹൗസ് എന്ന് പറയും, ഏത് വീടാണ് പവർഫുള്ള്, അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ബലം ലഭിക്കുന്നത്. അത് ആ ദശയനുസരിച്ചിട്ടായിരിക്കും ബലം ലഭിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ പണം വരാനായിട്ടുള്ള ഒരു സമയമാണെങ്കിലല്ലേ പണം വരത്തുള്ളൂ. ഇത് പറയുന്നവർക്കും അറിയാം,
ഇപ്പൊ 10,000 പേരോ 1,00,000 പേരൊക്കെയാണ് ഈ പറയുന്ന ഒരു, ഇനിയിപ്പോ സപ്പോസ് വീഡിയോ തന്നെയാണെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടേക്കാണ്, നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആരെങ്കിലും അത് കാണുമ്പോൾ ചിലപ്പോ അവർക്ക് പണം വരാനുള്ള സമയമായെങ്കിൽ മാത്രമേ ഇത് അടിക്കത്തുള്ളൂ. അതായത് പ്രാക്ടിക്കൽ അസ്ട്രോളജി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വർക്ക് ആവണമെന്നില്ല. കാരണം ലോട്ടറി അടിക്കുക എന്നുള്ളത് നമ്മളെ കൺട്രോളല്ല. നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ, കൂടുതൽ എനർജറ്റിക് ആവാൻ, കൂടുതൽ നമുക്ക് പഠിക്കാൻ, കൂടുതൽ നല്ല റിലേഷൻസ് നിലനിർത്താൻ, ഇങ്ങനെ പ്രാക്ടിക്കലി നമ്മൾക്ക് ഒരു 50% എങ്കിലും കൺട്രോളുള്ള കാര്യത്തിലാണ് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇത് കൂടുതൽ സക്സസ് ആവും. ലോട്ടറി അടിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോളല്ല, അൺകൺട്രോളബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അൺകൺട്രോളബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും പെട്ടെന്ന് ഭാഗ്യം വരിക എന്നൊക്കെ ഉള്ളതൊക്കെ വിചാരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ പലരും ഈ ഭാഗ്യത്തിന്റെ പുറകെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകും. പക്ഷെ അതെല്ലാം മന്നന്നില്ല. നിങ്ങളുടെ ജാതകത്തില് അങ്ങനെ ഉണ്ടെങ്കിലേ വരുള്ളൂ. ജ്യോതിഷം കറക്റ്റ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ധനമുണ്ട്, ധനം വരാനുള്ള സമയത്ത് ധനം വരത്തുള്ളൂ. അപ്പൊ അതിനെ ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഹാക്ക് ചെയ്യുക എന്നുള്ളതല്ല, അതിനെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക. അല്ലെങ്കിൽ നിരാശയായിരിക്കും ഫലം. അപ്പോ 8ാം ഭാവത്തില് പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രഹം നിൽക്കുന്ന സമയത്ത് നിങ്ങൾ 8ാം ഭാവത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് ആ ദശ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ലോട്ടറി അടിച്ചേക്കാം. അല്ലാണ്ട് ഇപ്പൊ ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്താലൊന്നും ലോട്ടറി അടിക്കണമെന്നില്ല. അപ്പോൾ പ്രിഡിക്റ്റീവ് അസ്ട്രോളജിയുടെ കാര്യങ്ങള് പ്രാക്ടിക്കൽ അസ്ട്രോളജി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ചുരുക്കി പറഞ്ഞാൽ പ്രിഡിക്റ്റീവ് അസ്ട്രോളജിയും പ്രാക്ടിക്കൽ അസ്ട്രോളജിയും ഒന്നിന്റെ തന്നെ 2 ഡിവിഷൻസ് പോലെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ പലരും പറയും ആമ മോതിരം ഇട്ട് കഴിഞ്ഞാല് ഗുണം വരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ജാതകം വെച്ചിട്ട് പ്രിഡിക്റ്റീവ് അസ്ട്രോളജി നോക്കുന്ന മാതിരി നിങ്ങളുടെ ജാതകം വെച്ചിട്ട് മാച്ചാണെന്ന് നോക്കണം. ഇപ്പൊ വിഷ്ണു എന്ന് പറയുന്ന വിഷ്ണുവിന്റെ ഈ പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ബലം കിട്ടും. അല്ലെങ്കിൽ മന്ത്രം ജപിച്ചാൽ, ഓടിപ്പോയി മന്ത്രം ജപിച്ചാൽ ചിലപ്പോൾ മെന്റൽ സ്ട്രെസ്സും പ്രോബ്ലംസും ഭ്രാന്ത് വരെ വരാം. പ്രത്യേകിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോം യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ പണി കിട്ടും. ഓൾറെഡി ചില ആളുകൾ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, ഈ ചാനലിലല്ല മറ്റുള്ളതിലാണെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുന്ന സ്വന്തം ഉത്തരവാദിത്വത്തിലായിരിക്കണം. ഇതൊക്കെ ഗുരുവിന്റെ ഉപദേശപ്രകാരം ചെയ്യാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഒരു അസ്ട്രോളജറെ കൺസൾട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും, കാരണം അത് വൈബ്രേഷൻസാ. ഞാനിപ്പോ സംസാരിക്കുമ്പോഴുള്ള വൈബ്രേഷൻ മാതിരിയല്ല, ഒരു മന്ത്രം തന്നെ ഹ്രീം ക്ലീം സൗം ഇങ്ങനെയൊക്കെയുള്ള വൈബ്രേഷനോട് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ 6 ചക്രങ്ങൾ മാത്രമല്ല, 108 മർമ്മസ്ഥാനങ്ങൾ വരെ ചക്രങ്ങളാണ്, 1008 മർമ്മസ്ഥാനങ്ങൾ ചക്രങ്ങളാണ്. ഇതൊക്കെ വൈബ്രേറ്റ് ചെയ്യും. ഒരു പ്രത്യേക ഫ്രീക്വൻസി അവിടെ ഉണ്ടാകും. ഈ ഫ്രീക്വൻസി നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അട്രാക്ട് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ സോളിനും, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബോഡിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും, നിങ്ങളുടെ ബ്രെയിനിന്, നിങ്ങളുടെ ഹാർട്ടിനൊക്കെ. ഈ ഫ്രീക്വൻസിക്ക് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ജപിക്കുന്ന മന്ത്രത്തിന്റെ ഫ്രീക്വൻസി എങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ ബോഡിയിൽ എന്തെങ്കിലും കംപ്ലൈൻസ് വരും. അതും ജാതകപ്രകാരം നോക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് 4ാം ഭാവത്തിന്റെ ദേവത വേണോ, 9ാം ഭാവത്തിന്റെ വേണോ, 5ാം ഭാവത്തിന്റെ വേണോ, കുലദൈവത്തെ സെലക്ട് ചെയ്യുന്നതും ഭാഗ്യദേവതയെ സെലക്ട് ചെയ്യണോ, ഞാൻ തന്നെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ജാതകപ്പടി വൈബ്രേഷൻ കറക്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ചുരുക്കി പറഞ്ഞ പ്രാക്ടിക്കൽ അസ്ട്രോളജിയിലെ ടിപ്സ് വെറുതെ അങ്ങോട്ട് യൂസ് ചെയ്യണോണ്ട് എല്ലാവർക്കും ബലം ഉണ്ടാവില്ല, ചിലവർക്ക് ബലം ഉണ്ടായിരുന്നിരിക്കും. അത് പോസിറ്റീവ് അല്ലാത്ത ജാതകം ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജി ആണ്
നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കും മന്ത്രത്തിനും വസ്തുക്കൾക്കും എങ്കിലും നിങ്ങൾക്ക് ദോഷം വരും. ഇത് അസ്ട്രോളജി, പ്യുവർ അസ്ട്രോളജി ഞാൻ പറയണം, പ്യുവർ അസ്ട്രോളജി ആണ് പറയണത്. അപ്പൊ അസ്ട്രോളജിയിൽ ഇങ്ങനെ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ പ്രാക്ടിക്കൽ അസ്ട്രോളജി യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജാതകവുമായിട്ട് അത് കണക്റ്റഡ് ആണോ നോക്കണം. അതും പ്രത്യേകിച്ച് നോക്കേണ്ടി വരുന്ന ഒരു കാര്യം, ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, നമ്മളിൽ നിന്ന് സംഭവങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ, ഒഴിഞ്ഞിടുക, ഒഴിഞ്ഞുകൊണ്ടേ കളയുക, ഒരു പേപ്പറിൽ മന്ത്രങ്ങളൊക്കെ എഴുതി ഒന്ന് ഒഴിഞ്ഞത് കത്തിച്ച് കളയുക, ചില പ്രത്യേക ദ്രവ്യങ്ങളൊക്കെ നമ്മൾ തലേണയുടെ അടിയിൽ വെച്ചതിന് ശേഷം എടുത്ത് കളയുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് നെഗറ്റിവിറ്റിയെ ഒഴിഞ്ഞ് ദൂരെ കളയാനാണെങ്കിൽ വളരെ കുഴപ്പം വന്നൊന്നില്ല. ഇതല്ല നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് പല സംഭവങ്ങളും നമ്മളുടെ അടുത്ത്, സംഭവങ്ങളല്ല സാധനങ്ങൾ നമ്മളുടെ സൂക്ഷിക്കുക. ഇപ്പൊ കളേഴ്സ് തന്നെ യൂസ് ചെയ്യുക, കളർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട്, ഇല്ല മാല, കളേഴ്സ്, എന്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ പോലും നമ്മളുടെ ബോഡിനോട് കണക്ട് ചെയ്തു വരുന്ന സമയത്ത് അതിന്റെ എനർജി നമ്മളിലേക്ക് വരെയാണ്. അപ്പോഴത് വർക്കായി തുടങ്ങും. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ വർക്കാവും. ദൃഷ്ടി വർക്കാവും, യോഗം വർക്കാവും, പരിവർത്തനം വർക്കാവും. തമിഴ് ഗ്രഹച്ചേർക്ക എന്ന് പറയും. ഒരു വസ്തു നമ്മളോട് കൂടി ചേർന്ന സമയത്ത് അതിന്റെ എനർജി നമ്മളിലേക്ക് വരും, സംശയമില്ലല്ലോ. അതുകൊണ്ടല്ലേ ഒരു അടിപൊളിയായിട്ട്, ഞാനിപ്പോ കോമൺ ഡ്രസ്സിൽ ഇട്ടേക്കണം, എന്നാൽ ഞാനിങ്ങനെ ഭസ്മൊക്കെ എല്ലായിടത്തും പൂശി ഒരു 3-4 മാലയും കൂടി ഇട്ട് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വേഷത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ എനർജിയും കൂടി എൻ്റെ ബോഡിയിൽ വന്നിട്ട് നിങ്ങൾ എന്നെ ആ രീതിയിലായിരിക്കും കാണുന്നത്. അപ്പൊ ഒരു ഡ്രസ്സ് പോലും നിങ്ങളെ വ്യത്യസ്തനാക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എനർജി ഉണ്ട്. അപ്പൊ ആ എനർജി നിങ്ങളുടെ ബോഡിയിലേക്ക് കൂടി ചേരുമ്പോൾ അത് നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മൈൻഡിനും സോളിനും ഒക്കെ, ചന്ദ്രൻ, സൂര്യൻ, ലഗ്നം, ഇതിന് 3നും അനുകൂലമാണോ എന്ന് നോക്കിയിട്ട് വേണം പ്രാക്ടിക്കൽ അസ്ട്രോളജിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഒരു വഴിപാട് ചെയ്യുമ്പോൾ പോലും അത് ശ്രദ്ധിക്കണം. ഇപ്പൊ ഇത് ചന്ദനം, പ്യുവർ ആയിട്ടുള്ള ചന്ദനത്തിന്റെ മാലയാണ്. ഇത് വെള്ളിയിലെ കിട്ടിയേക്കണം. അതായത് വെള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശുക്രൻ, ചന്ദനം എന്ന് പറഞ്ഞ വ്യാഴം. അപ്പൊ വ്യാഴവും ശുക്രനും ഒരുമിച്ച് ചേരാൻ പാടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്, അപ്പൊ ഇതില് വ്യാഴത്തിന്റെ കാരകത്വം ഇവിടെ ഉണ്ട്. അപ്പൊ വ്യാഴത്തിന്റെ കാരകത്വം ഉണ്ടെങ്കിൽ ഈ വ്യാഴം നമുക്ക് ജാതകപ്പടി വ്യാഴത്തിന്റെ എനർജി ആണോ ഞാൻ, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രഹത്തിന്റെ എനർജി ആണോ എന്നും നോക്കിയിട്ട് വേണം ഇടാൻ. ഇപ്പൊ തുളസിമാല ഇവിടെ ഇരിക്കുന്നുണ്ട്, തുളസിയുടെ മാല. ആ തുളസിമാല ഇടുമ്പോ അത് ബുധന്റെ എനർജിയാ, വൈഷ്ണവമാണ്. അതെടുത്ത് ഇടാൻ പറ്റുമോ? ചന്ദനം, വ്യാഴം. അപ്പൊ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യില്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ കിട്ടുന്ന വെച്ച് കുഴപ്പമില്ല. അത് നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു എനർജിയായി മാറും. ബുധൻ പിഴച്ചു നിൽക്കുകയാണ് എങ്കിൽ അതെടുത്തിട്ടാൽ കൂടുതൽ ആ ബുധന്റെ കാലപ്പിഴ നമുക്ക് കൂടുതലായിട്ട് ദോഷം ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത് കൂടുതൽ ഇതാക്കി പ്രാക്ടിക്കൽ അസ്ട്രോളജി കൂടുതൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ അറിഞ്ഞിരിക്കണം. ഇത് പഠിക്കുന്നവര് പോലും ശ്രദ്ധിക്കണം. ഞാനൊക്കെ ചെറുപ്പം മുതലേ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇപ്പൊ ഒരു കളർ ഡ്രസ്സ് തന്നെ ഉപയോഗിച്ച് ഈ കളർ ഇട്ട് കഴിഞ്ഞാൽ എനർജി നെഗറ്റീവ് ആവും എന്നുള്ള ചിന്ത വരെ വരും. അത്തരത്തിലേക്ക് നിങ്ങൾ പോകരുത്. അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി വേണം. ഗ്രഹം ഇന്ന സ്ഥലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത് ദോഷമായിട്ട് വരില്ല. അപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കാം, പോസിറ്റീവായിട്ട് വരുമെന്ന് നോക്കാം. എന്നിട്ട് സ്വർണം വരെ ഇടുമ്പോൾ വരെ ഈ പ്രാക്ടിക്കല് അസ്ട്രോളജി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. സ്വർണ്ണം ഇടണോ, വെള്ളി ഇടണോ, പ്ലാറ്റിനം ഇടണോ വരെ ശ്രദ്ധിച്ചെന്നിരിക്കും. കഴുത്ത്, 3-ാം ഭാവം. 3-ാം ഭാവത്തില് കണക്ഷൻ വരുന്ന ഗ്രഹം ഏതാണെന്ന് നോക്കി അതിന്റെ എലിമെന്റ് വരുന്ന
ലോഹം വരുന്ന മാലകളൊക്കെ ഇട്ട്, അതായത് ഈ ജാതകത്തിനനുസരിച്ച് നമുക്ക് മാറ്റിമറിക്കാം. ഇനി ഒരു ഗ്രഹത്തിന്റെ പവർ നമുക്ക് നമ്മുടെ ജാതകത്തിൽ ദോഷമായിട്ട് നിൽക്കുമെങ്കിൽ അതിനെ ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം പ്രാക്ടിക്കൽ അസ്ട്രോളജിയിൽ, കാരകത്വം. അപ്പൊ ഇങ്ങനെ പല തരത്തിൽ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഇല്ലാതെ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ചും നമ്മളുടെ ബോഡിയിനോട് കാരകത്വം ചേർക്കുമ്പോൾ. കാരണം അത് യോഗം, ദൃഷ്ടി, പരിവർത്തനം എന്നുള്ളതാണ്. അപ്പോൾ ഞാനപ്പോൾ പ്രാക്ടിക്കൽ അസ്ട്രോളജി, പ്രഡിക്റ്റീവ് അസ്ട്രോളജിയുടെ ഇനി വീഡിയോസ് ഒക്കെ പ്രത്യേകം ഇടാം. കാരണം ചിലവർക്ക് പ്രാക്ടിക്കലും ചിലവർക്ക് പ്രഡിക്റ്റീവുമാണ് ആവശ്യം. ഫലം പറയുന്നവർ ഉള്ളത് കൊണ്ട് അവർക്ക് ഫലം പറയാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഡിക്റ്റീവ് അസ്ട്രോളജിയുടെ ബേസിലിടാം. അപ്പൊ അത് പ്രഡിക്റ്റീവ് അസ്ട്രോളജിയുടെ ബേസിലാണെങ്കിൽ സാധാരണക്കാർ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ മനസ്സിലാവണമെന്നില്ല ജ്യോതിഷം അറിയാത്തവർക്ക്. ഈ ചാനലിൽ തന്നെ പകുതിയിലധികം വീഡിയോസ് സാധാരണക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായിരുന്നിരിക്കില്ല. ജ്യോതിഷം അറിയാവുന്ന, കുറച്ചെങ്കിലും അറിയാവുന്നവർക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നാൽ പ്രാക്ടിക്കൽ അസ്ട്രോളജിയുടെ വീഡിയോ ആണെങ്കിലോ കുറെയൊക്കെ മനസ്സിലാവും. ഞാൻ പറയുന്ന കാരകത്വം മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്നാൽ നിങ്ങൾ ആദ്യം മുതലേ വീഡിയോ കണ്ടുവരികയാണെങ്കിൽ മനസ്സിലാവും. കാരണം ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് ചാനലിൽ. ഓരോ വീഡിയോയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഒരു കണ്ടിന്യൂറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യം മുതൽ ജ്യോതിഷം പഠിക്കുന്നവരാണെങ്കിൽ, പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ആദ്യം മുതൽ കണ്ടുവരിക. ഇടക്കുന്ന് കണ്ടാൽ മനസ്സിലാവുന്നില്ല എങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്തോളൂ. അപ്പോ ഇത്രയൊന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിനോട് കണക്ട് ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ യോഗം, ദൃഷ്ടി, പരിവർത്തനം, അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെയാണ് നമുക്കത് പ്രാക്ടിക്കലായിട്ടും പ്രിഡിക്റ്റീവായിട്ട് യൂസ് ചെയ്യാന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നേക്ക് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ.